ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ്. ബഹ്റൈനിൽ നിന്ന് മരുമോളും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൂടെ ഒരു ദിവസം പുറത്തേക്ക് പോയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ തമ്മിൽ 4 ഇയേഴ്സിന് ശേഷം മീറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ പോയത് ഖുദ്ര ലേക്കിലായിരുന്നു. ലഞ്ചൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത്, അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കാണാം. ഞാൻ ഫിഷ് ബിരിയാണിയും അതുപോലെ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. അതിനുവേണ്ടി ഞാൻ തലേദിവസം രാത്രി തന്നെ ഇതൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. പിന്നെ പിറ്റേന്ന് രാവിലെ എടുത്ത് ഞാൻ ഫ്രൈ ആക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ മുട്ടമാല ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ 5-6 ആൾക്കുള്ള മുട്ടമാലയാണ് ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ സിറപ്പിൻ്റെ മുകളിലായി ഇതുപോലെ മുട്ടയുടെ മഞ്ഞ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എല്ലാതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അങ്ങനെ കംപ്ലീറ്റ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചൂടാറാനായി മാറ്റി വെച്ചതാണ്. ആ ഒരു ടൈം ഫിഷും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കപ്പ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട ബീറ്റ് ചെയ്തെടുക്കുകയാണ്. വാനില കപ്പ് കേക്കും അതുപോലെ കുറച്ച് ചോക്ലേറ്റ് കപ്പ് കേക്കാണ് ഉണ്ടാക്കിയെടുത്തത്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കലാണ്. പത്തിൽ ഉണ്ടാക്കുകയാണ്. അതും എല്ലാതും ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷ് അവിടെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് വഴറ്റി കൊടുക്കാം, അതിൻ്റെ പച്ചമണം പോകുന്നവരെ. പിന്നെ ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച ഫിഷൊക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഗരം മസാലയും മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അതൊക്കെ കഴുകിയതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ റൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. മുട്ടമാല ഇവിടെ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോറ് ദമ്മിട്ടിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ഖുദ്ര ലേക്കിലാണ്. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. നമ്മളെല്ലാവരും ഇവിടുന്ന് ഒരുമിച്ചാണ് പോയത്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടി തന്നെ. പിന്നെ ലവ് ലേക്കിലും പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസൊക്കെ കാണാം. നമ്മളവിടെ എത്തിയ ഉടനെ തന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാം.
അവിടുന്ന് പിന്നെ നമ്മൾ ലവ് ലേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. ഇത് ലവ് ലേക്കിൻ്റെ പുറത്തുള്ള വാഷ്റൂമാണ്. അതിൻ്റെ ഒരു എൻട്രൻസ് ആണിത്. ലവ് ലേക്കിലെ എൻട്രൻസ് ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പോയ ടൈം നല്ല ക്ലൈമറ്റും ആയിരുന്നു. ഇവിടെ ഈവനിങ് ആണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ഇവിടെ സ്റ്റേ ആക്കാൻ വേണ്ടിയിട്ട്. സ്റ്റേ ചെയ്ത് ഗ്രില്ലൊക്കെ ചെയ്യാനാണ് ഇവിടെ കൂടുതൽ പേരും വരുന്നത്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം.
പിന്നെ മഗ്‌രിബ് ടൈം ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു കഫേയിൽ പോയി അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കസിനെ കാണാനുണ്ടായിരുന്നു. അവനെയും കൂടി മീറ്റാക്കി പിന്നെ നമ്മൾ ദേര മാർക്കറ്റിൽ പോയി അവിടുന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.